മലയാളം ക്ലാസ്സിലേക്ക് എവർക്കും സ്വാഗതം. ടി.പി. രാജീവൻ്റെ മത്സ്യം എന്ന് പറയുന്ന കവിതയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ കാവ്യഭാഗം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് ഞാൻ ചൊല്ലിത്തരാം. മണൽ തരിയോളം പോന്നൊരു മത്സ്യം കടൽ തിരയോടൊറ്റയ്ക്കു പൊരുതി നിന്നു. വേലിയേറ്റങ്ങളുടെ വൈകുന്നേരങ്ങളിൽ അവൻ എല്ലാ കൊടികൾക്കുമുകളിൽ ഒഴുക്കുകൾ ഉൾവലിയുമ്പോൾ എല്ലാ രഹസ്യങ്ങൾക്കുമടിയിൽ. വലക്കണ്ണികൾക്ക് അവനോളം ചെറുതാകാനായില്ല, ചൂണ്ടക്കൊളുത്തുകൾക്കവനെപ്പോലെ വളയാനും വായ്ത്തലകൾക്കവൻ്റെ വേഗവും കിട്ടിയില്ല. അവനെ പരുന്തിൻ കണ്ണുകൾക്ക് കോർത്തെടുക്കാനോ ഉപ്പുവയലുകൾക്ക് ഉണക്കിയെടുക്കാനോ ധ്രുവങ്ങൾക്ക് മരവിപ്പിക്കാനോ കഴിഞ്ഞില്ല. നക്ഷത്രങ്ങളും അവതാരങ്ങളും അവൻ്റെ തലയ്ക്കോ വാലിനോ മുകളിലൂടെ കടന്നുപോയി. അവൻ ഒരു കഥയിലും പിടികൊടുത്തില്ല, ഒരു കണ്ണാടിയിലും കാഴ്ചയായില്ല, ഒരു ചന്തയിലും നാണം കെട്ടില്ല. കടലിൻ്റെ ഭ്രാന്തു പിടിച്ച രക്തത്തിലൂടെ ചുട്ടുപഴുത്ത സൂചിപ്പൊട്ടുപോലെ ഓടിക്കൊണ്ടിരുന്നു. പിന്നിൽ തന്നെക്കാൾ വേഗത്തിൽ കടൽ ദഹിച്ചു ദഹിച്ചു വരുന്നതറിയാതെ. രാഷ്ട്രതന്ത്രം എന്ന് പറയുന്ന സമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ കവിത. ചെറിയ കവിതയാണ് എങ്കിലും അതിലെ ആശയം എന്ന് പറയുന്നത് വളരെ വലുതാണ്. മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മത്സ്യത്തെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. മണൽത്തരിയോളം പോന്ന ഒരു സൂക്ഷ്മ ശരീരം കൊണ്ട് മത്സ്യം കടൽ തിരയോട് ഒറ്റയ്ക്ക് പൊരുതി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എല്ലാ തടസ്സങ്ങളെയും അതിജീവിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വേലിയേറ്റങ്ങളുടെ വൈകുന്നേരങ്ങളിൽ അവൻ എല്ലാ കൊടികൾക്കു മുകളിൽ ഒഴുക്കിൽ ഉൾവലിയുമ്പോൾ എല്ലാ രഹസ്യങ്ങൾക്കുമടിയിൽ. വലക്കണ്ണികൾക്ക് അവനോളം ചെറുതാകാനായില്ല, ചൂണ്ടക്കൊളുത്തുകൾക്ക് അവനെപ്പോലെ വളയാനും വായ്ത്തലകൾക്ക് അവൻ്റെ വേഗവും കിട്ടിയില്ല. അപ്പോൾ വേലിയേറ്റത്തിനും വേലിയിറക്കത്തിനും അനുസരിച്ച് അവയിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന നമ്മുടെ മണൽത്തരിയോളം പോന്ന ആ സൂക്ഷ്മ ശരീരം കൊണ്ട് അത് തനിക്ക് നേരെ വരുന്ന പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. വലക്കണ്ണികൾക്ക് അവനോളം ചെറുതാകാൻ, ഇനി അതിനും ചെറുതാവാൻ സാധ്യമല്ല, വലക്കണ്ണികൾക്ക് അവനോളം ചെറുതാകാനായില്ല, ചൂണ്ടക്കൊളുത്തുകൾക്ക് അവനെപ്പോലെ തന്നെ വളയാൻ, ചൂണ്ട കൊളുത്തിയും വലയിട്ടുമൊക്കെ നമ്മൾ മത്സ്യത്തെ കുരുക്കാനായിട്ട്, വായ്ത്തലകൾക്ക് അവൻ്റെ വേഗവും കിട്ടിയില്ല അല്ലേ. ചൂണ്ടയിൽ ഇങ്ങനെ ഇര കോർത്തിട്ട് മത്സ്യത്തെ പിടിക്കുന്ന രീതി, അതുപോലെ വലയിട്ടുകൊണ്ട് വാളുകൊണ്ട് വേഗത്തിൽ സഞ്ചരിക്കുന്നതിന് വെട്ടി വീഴ്ത്തുന്ന അനുഭവതലങ്ങൾ, വെട്ടിപ്പിടിക്കുന്ന വായ്ത്തലകൾ, മൂർച്ചയുള്ള വായ്ത്തലകൾ കൊണ്ട് ഇങ്ങനെ പല രീതിയിൽ മത്സ്യത്തെ പിടിക്കുന്ന രീതികൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവിടെ തനിക്ക് നേരെ വരുന്ന എല്ലാ വലക്കണ്ണികളെയായാലും ചൂണ്ടക്കൊളുത്തുകളെയായും വായ്ത്തലകളെയെല്ലാം അത് അതിജീവിക്കുന്നത് ഈ സൂക്ഷ്മ ശരീരം കൊണ്ടാണ്, ഈ ചെറിയ ശരീരം കൊണ്ടാണ്. മാത്രമല്ല അവനെ പരുന്തിൻ കണ്ണുകൾക്ക് കോർത്തെടുക്കാനോ ഉപ്പുവയലുകൾക്ക് ഉണക്കിയെടുക്കാനോ ധ്രുവങ്ങൾക്ക് മരവിപ്പിക്കാനോ കഴിഞ്ഞില്ല. നക്ഷത്രങ്ങളും അവതാരങ്ങളും അവൻ്റെ തലയ്ക്കോ വാലിനോ മുകളിലൂടെ കടന്നു പോകുന്ന കാഴ്ചയാണ്. ഈ ഭൗതികമായ ഈ ലോകത്ത് തനിക്ക് നേരെ വരുന്ന ഈ പ്രതിസന്ധികളെയെല്ലാം അത് തരണം ചെയ്യുന്നു. അതായത് ഈ മണൽത്തരിയോളം പോകുന്ന ചെറിയ ശരീരം കൊണ്ടാണ് അത് എല്ലാറ്റിനെയും അതിജീവിക്കുന്നത് എന്ന് നമുക്ക് കാണാം. എല്ലാ തടസ്സങ്ങളെയും അതിജീവിക്കുന്ന ഒരു സ്വതന്ത്രദാഹിയായിട്ട് വേറിട്ട ഒരു സ്വതന്ത്രദാഹിയായ മത്സ്യത്തെയാണ് നമുക്ക് ഈ കവിതയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ തലയ്ക്കോ വാലിനോ മുകളിലൂടെ കടന്നു പോകുന്ന കാഴ്ചകളെ നമ്മൾ കാണുന്നു. അതുപോലെ ഈ മത്സ്യം എന്ന് പറയുന്നത് ചെറുതായതുകൊണ്ട് തന്നെ അവൻ ഒരു കഥയിലും പിടികൊടുത്തില്ല, ഒരു കണ്ണാടിയിലും കാഴ്ചയായില്ല, ഒരു ചന്തയിലും നാണം കെട്ടില്ല. വളരെ സൂക്ഷ്മ ശരീരമുള്ളതുകൊണ്ട് തന്നെ, ചെറുതായതുകൊണ്ട്, മണൽത്തരിയോളം ചെറുതായതുകൊണ്ട് തന്നെ അവഗണനകൾ നേരിടുന്നു.
അവൻ ഒരു കഥയിലും പിടികൊടുക്കുന്നില്ല, ഒരു കഥയിലും കഥാപാത്രമാകാനായി നിന്ന് കൊടുക്കുന്നില്ല, ഒരു കണ്ണാടിയിലും അതുപോലെ കാഴ്ചവസ്തുവാകുന്നില്ല. അക്വേറിയങ്ങളിലൊക്കെ വളരെ മനോഹരമായ മത്സ്യങ്ങളെ നമ്മൾ കൊണ്ടുപോയിടുന്നു. പക്ഷേ ഇവിടെ ഈ ചെറിയ മത്സ്യത്തെ ആർക്കും അലങ്കാരമായിട്ട് സൂക്ഷിക്കാനും ആവശ്യമില്ല. അതുപോലെ എന്താണ്, ഒരു കഥയിലും കഥാപാത്രമാക്കാനും ആവശ്യമില്ല. ഒരു ചന്തയിലും ഇത് നാണം കെടുന്നില്ല. ചന്തയിൽ പോയി മറ്റു മത്സ്യങ്ങളോട് നാണം കെടാം, കാരണം ആർക്കും ഇത് വേണ്ട, ഇത് ചെറുതായതുകൊണ്ട് തന്നെ. കടലിൻ്റെ ഭ്രാന്തു പിടിച്ച രക്തത്തിലൂടെ ചുട്ടുപഴുത്ത സൂചിപ്പൊട്ടുപോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കടലിൻ്റെ ഭ്രാന്തു പിടിച്ച രക്തത്തിലൂടെ ചുട്ടുപഴുത്ത ഒരു സൂചിപ്പൊട്ട് പോലെ ഓടുന്നു. അതായത് നമുക്ക് ആദ്യം തന്നെ കവിത തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കണ്ടത് മണൽത്തരിയോളം പോകുന്ന മത്സ്യത്തെയാണെങ്കിൽ അവ ഒരു രൂപമാറ്റം സംഭവിച്ച് എന്തായി മാറുന്നു? ചുട്ടുപഴുത്ത സൂചിപ്പൊട്ട് പോലെ ആയി മാറുന്നു. ആ മത്സ്യത്തിൻ്റെ തന്നെ രണ്ട് കാഴ്ചകളെയാണ്, മണൽത്തരിയോളം ചെറുതായത്, പിന്നെ ചുട്ടുപഴുത്ത സൂചിപ്പൊട്ട് പോലെ വേഗത്തിൽ സഞ്ചരിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓടിക്കൊണ്ടിരിക്കുന്നു. പിന്നിൽ തന്നെക്കാൾ വേഗത്തിൽ കടൽ ദഹിച്ച് വരുന്നത് അറിയാതെ. കടൽ താൻ ജീവിക്കുന്ന ആവാസ വ്യവസ്ഥ, അതിലെ ആ വെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യം, ആ കടൽ വെള്ളം വരെ തനിക്ക് ജീവിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നത്, ദഹിക്കുന്ന അനുഭവ തലത്തിൽ പ്രാണരക്ഷാർത്ഥം എന്തെങ്കിലും വെട്ടിപ്പിടിക്കുന്നില്ല, തൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി അത് ഓടുകയാണ്. സൂചിപ്പൊട്ടുപോലെ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ചൂടാകുമ്പോൾ ആ സൂചിയുടെ വേഗത കൂടുന്ന പോലെ ഇവിടെ രൂപമാറ്റം സംഭവിക്കുകയാണ്. മണൽത്തരിയോളം പോകുന്ന മത്സ്യം സൂചിപ്പൊട്ടുപോലെ അത് നെട്ടോട്ടം ഓടുന്ന അനുഭവ തലമാണ് നമ്മൾ. പിന്നിൽ തന്നെക്കാൾ വേഗത്തിൽ കടൽ ദഹിച്ച് വരുന്നത് അറിയാതെ അത് നെട്ടോട്ടം പ്രാണരക്ഷാർത്ഥമായിട്ട് ഓടുന്ന അനുഭവ തലമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിലൂടെ ടി പി രാജീവൻ്റെ ഈ കവിതയിൽ നമുക്ക് മത്സ്യം എന്ന് പറയുന്നത് അതിർത്തിയില്ലാത്ത ഒരു സാഹസിക വിജയത്തിനായിട്ട് അത് വിജയം സമ്മാനിക്കുകയും ഒപ്പം അത് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ മണൽത്തരിയോളം പോകുന്ന തൻ്റെ ശരീരം കൊണ്ട് തന്നെ മത്സ്യം എന്ത് ചെയ്യുന്നു? കടൽ തിരയോട് പൊരുതുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ചെറിയ സൂക്ഷ്മ ശരീരം കൊണ്ട് തന്നെ കടൽ തിരകളോട് പൊരുതുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ അത് പുതിയ പാതയൊരുക്കുകയും അതിൻ്റെ വിജയം നേടുകയും ചെയ്യുന്നത് അതിൻ്റെ ഒറ്റയായ പോരാട്ടം കൊണ്ട് തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ വലിപ്പ ചെറുപ്പത്തിലല്ല കാര്യം എന്നുള്ളത്, ഒരു വലിയ ജീവിത മത്സരം തന്നെയാണത്. ശരീരം ചെറുതായാലും ആ ജീവിത വിജയം നേടാൻ അതിൻ്റെ ശക്തമായ പോരാട്ടം തന്നെയാണ്. സ്വതന്ത്രമായ സഞ്ചാരവും പോരാട്ടവും കൊണ്ട് ആ മത്സ്യത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ്. ശരീരം വലുതായതുകൊണ്ട് മാത്രമല്ല, ശരീരം ചെറുതായതുകൊണ്ടും അതിന് നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നു എന്ന് നമുക്ക് കാണാൻ. അപ്പോൾ ഇവിടെ പോരാട്ട വീര്യം എന്ന് പറയുന്ന വലുപ്പ ചെറുപ്പത്തിലല്ല എന്നുള്ളതാണ് മത്സ്യം നമുക്ക് കാണിച്ചു തരുന്നത്. പോരാട്ട വീര്യം ചെറുതായാലും അത് പോരാടി വിജയം വരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ശരീരത്തിൻ്റെ വലുപ്പ ചെറുപ്പം കൊണ്ട് മാത്രം വിജയം നേടാം എന്നതൊരു അപ്രസക്തമായ ഒരു കാര്യമാണ് എന്ന് നമ്മുടെ മത്സ്യം ഇവിടെ തെളിയിക്കുകയാണ്. ഈ തൻ്റെ സൂക്ഷ്മ ശരീരം കൊണ്ട് തന്നെ ജീവിത വിജയം നേടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. മാത്രമല്ല, ഒരു വലിയ ജീവിത മത്സരത്തിൽ ജയപരാജയങ്ങളുടെ കണക്കെടുപ്പിൽ പലപ്പോഴും വലിപ്പ ചെറുപ്പങ്ങളുടെ അളവുകോലുകൾ തെറ്റുന്നു എന്നുള്ളതും നമുക്ക് കാണിച്ചു തരുന്നു. ശക്തൻ ദുർബലനെ കീഴ്പ്പെടുത്തുമെന്ന പഴയ പ്രകൃതി നിയമം തെറ്റുന്നു. അപ്പോൾ പഴയ പ്രകൃതി നിയമം തന്നെ, അതായത് ശക്തൻ എന്ന് പറയുന്നത് ഇവിടെ ആ ചെറിയ ശരീരം കൊണ്ട് തന്നെ തൻ്റെ ശക്തി തെളിയിക്കുന്ന മത്സ്യത്തെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ അതിജീവനത്തിൻ്റേതായിട്ടുള്ള പൊരുതലിനെയാണ് അവിടെ ഒറ്റയ്ക്കായാലും സൂക്ഷ്മ ശരീരം കൊണ്ടും ആ അതിജീവനം സാധ്യമാക്കുന്നു എന്നതാണ് മത്സ്യത്തിൻ്റെ ഈ കഥയിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. പുതിയ ലോകത്തിൽ മാറുന്ന അവസ്ഥകളിൽ ഒക്കെ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ പ്രാണൻ നിലനിർത്താൻ വേണ്ടി നെട്ടോട്ടമോടുന്ന, കടൽ വെള്ളം വരെ ദഹിക്കുന്ന അനുഭവ തലത്തിൽ തൻ്റെ പിന്നിൽ ചുട്ടുപൊള്ളുന്ന അനുഭവ തലങ്ങൾ വരുമ്പോൾ താൻ ജീവിക്കാനുള്ള ഇടം തേടി അത് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുന്ന എല്ലാ കെട്ടുപാടുകളെയും തനിക്ക് നേരെ വരുന്ന പ്രതിസന്ധികളെയും ഒക്കെ എല്ലാം അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന അനുഭവ തലത്തെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വിജയത്തിൻ്റെ ഈ ലോകത്തെ ചിലപ്പോൾ ചെറുതാകുന്നതാണ് നല്ലത് എന്ന് വേണമെങ്കിൽ പറയാം.
ഈ വിജയം വരിക്കാൻ വേണ്ടി തന്നെ ചെറുതാകുന്നത് ചിലപ്പോൾ ഒരു അനുഗ്രഹമായി തീർന്നത് പോലെയാണ് ഇവിടെ മത്സ്യത്തിൻ്റെ കഥയിൽ. വലുതാകുന്നതിൻ്റെ അലട്ടലുകളില്ല ഇവിടെ, ഭാരക്കൂടുതലിൻ്റെ ആശങ്കകളില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ കാഴ്ചപ്പാടിൽ നമുക്ക് ഒരിക്കലും അടയാളപ്പെടുത്താൻ കഴിയാതെ ജീവിക്കുക, സ്വന്തമായി ഒരു നിഴലിൻ്റെ കനം പോലുമില്ലാതെ ഭാരക്കുറവിൻ്റെ സുഖം എവിടേക്കും ഉയരാം. ശരീരം വേലിയേറ്റങ്ങളുടെ കുത്തിമറിച്ചലിൽ ആടി ഉലയുമ്പോൾ എല്ലാറ്റിനും മുകളിലെത്താൻ മത്സ്യത്തിന് കഴിയുന്നു. എന്തെല്ലാം ശരീരഭാരം കൂടുതൽ കൊണ്ടുള്ള തളർച്ചയൊന്നും ഉണ്ടാകുന്നില്ല. അതിനെല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ തൻ്റെ ഈ ശരീരം കൊണ്ട് അതിന് ഭാരക്കൂടുതൽ കൊണ്ടുള്ള പ്രയാസങ്ങളൊന്നുമില്ലാതെ അതിന് സഞ്ചരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ അതിൻ്റെ കാഴ്ച. മാത്രമല്ല വലിയ ശരീരത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ അവനൊന്നും ഒരു തടസ്സമായിട്ട് തീരുന്നില്ല. ഒഴുക്കുകൾ ഇല്ലാതെ സർവം നിശ്ചലമാകുമ്പോൾ ചെറുചലനം പോലുമില്ലാതെ ഒന്നും അറിയിക്കാതെ രഹസ്യങ്ങളുടെ ഇരുട്ടിൽ ഒളിക്കുകയും ചെയ്യാം. ചെറുതാകുന്നതിൻ്റെ സ്വാതന്ത്ര്യമാണ് നമുക്കിവിടെ ഈ മത്സ്യത്തിൻ്റെ സഞ്ചാരപഥത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചെറുതാകുന്നതിൻ്റെ ആ സുഖം, അതിലത് സ്വതന്ത്രമായിട്ട് മറ്റു മത്സ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടത് സഞ്ചരിക്കുന്ന അനുഭവതലത്തെ നമുക്കിവിടെ കാണാം. സ്വൈര്യമായിട്ട് വിഹരിക്കാൻ അതിന് സാധിക്കുന്നു എന്നുള്ളതാണ്. വലകൾക്കൊന്നും കീഴ്പ്പെടുത്താൻ കഴിയാതെ, ചൂണ്ടക്കൊളുത്തുകൾക്ക് കീഴ്പ്പെടുത്താൻ കഴിയാതെ, വായ്ത്തലകൾക്ക് പിടികൊടുക്കാതെ അത് സ്വതന്ത്രമായിട്ട് സഞ്ചരിച്ച് മുന്നോട്ട് പോകുന്നു. ഇങ്ങനെ തനിക്ക് നേരെ വരുന്ന ആക്രമണങ്ങൾക്ക് എല്ലാം, അതായത് പരുന്തിൻ കണ്ണുകൾക്ക് പിടികൊടുക്കാതെ, അതുപോലെ ഉപ്പുവയലുകളിൽ ആർക്കും വേണ്ട, ഉപ്പുവയലുകളിൽ ഉണക്കിയെടുക്കുന്ന കാഴ്ചകൾ അവിടെ ആർക്കും വേണ്ടാതെ, അതുപോലെ അക്വേറിയങ്ങളിലെ ഒക്കെ വർണ്ണ മത്സ്യങ്ങളെ കണ്ണാടിച്ചില്ലിനുള്ളിലിട്ട് സൂക്ഷിക്കുമ്പോൾ അവിടെയും താൻ അവഗണന മാത്രം നേരിട്ടുകൊണ്ട് തന്നെ ആർക്കും വേണ്ടാതെ താൻ ഈ ഭൗതികമായ ലോകത്തിൽ സ്വതന്ത്രമായിട്ട് ഒറ്റപ്പെട്ട് സഞ്ചരിക്കുന്ന അനുഭവതലം നമ്മൾ കാണുന്നത്. ഭ്രാന്ത് പിടിച്ച കടലിൻ്റെ മാത്രമല്ല തൻ്റെ ആവാസവസ്ഥ, അതായത് കടൽ വെള്ളം വരെ ഭ്രാന്ത് പിടിച്ച കടലിൻ്റെ രക്തം തിളച്ചുമറിയുന്ന വിശാലമായ കടലിൻ്റെ അടിത്തട്ടിലൂടെ ചുട്ടുപഴുത്ത് പായുന്ന മത്സ്യം. പിന്നിൽ തൻ്റെ ലോകം ചുരുങ്ങി വരുന്നത് അറിയാതെയാണ് ആ പാച്ചിൽ. നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാനല്ല, സ്വയം നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയാണ് ആ മത്സ്യം ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പാച്ചിൽ അതിനു വേണ്ടിയുള്ളതാണ്. സ്വന്തം പ്രതിരോധത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി മാത്രമാണത് ഓടിക്കൊണ്ടിരിക്കുന്നത്. താൻ ജീവിക്കുന്ന ആ കടൽ വെള്ളം, ആകാശത്തോളം വലുതായ ആ കടൽ വെള്ളം വരെ എന്ത് ചെയ്യുന്നു, ദഹിച്ച് വരിക എന്ന് പറയുമ്പോൾ തൻ്റെ പ്രാണൻ അവിടെ നിന്ന് എവിടേക്കാണ് ഇനി അതിജീവനത്തിനായിട്ട് നെട്ടോട്ടം ഓടേണ്ടത് എന്നതാണ് മത്സ്യം സഞ്ചരിക്കുന്ന വഴി എന്ന് പറയുന്നത്. മണൽത്തരിയോളം പോകുന്ന മത്സ്യം ഇതാ അതിജീവനത്തിനായിട്ട് നെട്ടോട്ടം ഒരു സൂചിപ്പൊട്ട് പോലെ, ചുട്ടുപഴുത്ത സൂചിപ്പൊട്ട് പോലെ അത് പ്രാണരക്ഷാർത്ഥം ഓടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ കാവ്യഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ കാവ്യഭാഗത്തിൻ്റെ കൂടുതൽ ചർച്ചകൾ നിങ്ങൾ ക്ലാസ് കേട്ട് പിന്നീട് നമുക്ക് ഇൻട്രാക്ഷൻ സെക്ഷനിൽ ചർച്ച ചെയ്യാവുന്നതാണ്.